സോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മാൾ ആൻഡ് ഫാസ്റ്റ് ഫുഡ് സിമുലേറ്റർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലൊരു മാളുടെ മാനേജറോ അങ്ങനെ അറിയില്ലായിരിക്കും. മാളുടെ ഈ ഒരു ഓണറില്ലേ ആയിരിക്കും തോന്നുന്നു. പ്ലേ കൊടുക്കുക. പ്ലീസ് വെയിറ്റ്. ഓക്കെ, പെട്ടെന്ന് ലോഡാകുന്നുണ്ട് കേസല്ലോ. ഫൈനലൈസിങ് ഡാറ്റ. ഓക്കെ, മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തൂടി. ഇങ്ങനെ മൂവ് ചെയ്യാനാണോ പറഞ്ഞത്? ഓക്കെ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ക്ലോത്തിങ് സ്റ്റോറ്, ഇത് ജീൻസ് ബൈ. നമ്മുടെ സാധനം ഓൾറെഡി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇത്, എന്താ പറയുക, ക്യാഷിൻ്റെ ഇത്. റൊട്ടേറ്റ് ചെയ്യണം നമുക്കിങ്ങനെ ചെറുതായിട്ട്. ഓക്കെ, ഇവിടെയോ? എവിടെയാ കേസ് വെക്കണ്ടത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. എവിടെയായില്ല അവന്മാർ വെക്കാനായിട്ട് പറയുന്നത്? നമുക്ക് ഇങ്ങോട്ട് വെക്കാം കേസ് എന്തായാലും. അല്ല വേണ്ട, നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇതിന് തന്നെ കുറേ ടൈമായി കേസ് പൊങ്ങി. ചേടാ പ്ലേസ്. ഓക്കെ, ഇതെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അയ്യോ എടുത്തേ. ക്ലോത്ത് സ്റ്റോർ. ഓക്കെ, ക്ലോത്ത് സ്റ്റോർ ഓപ്പൺ ഉണ്ട്. നമുക്ക് പ്രൈസൊക്കെ സെറ്റ് ചെയ്യണ്ടേ? എന്താ ഇതൊക്കെ ലോക്ക് ഗൈസ്. അൺലോക്ക് സിനിമ $500. എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ട്? 1500. ഇപ്പോൾ സിനിമ അൺലോക്ക് ചെയ്യാം. ക്ലോത്തിങ് സ്റ്റോർ. ഓക്കെ, ഓക്കെ 60. എനിക്കറിയാം മാത്സ്. ഓ ഗിവ് ചേഞ്ച്. ഓക്കെ, Bima Weekend Spree. Get ഓക്കെ, നോ താങ്ക്സ്. ഓ തീർന്ന. അപ്പോഴത്തേക്ക് അപ്പം എൻ്റെ ടാബ്ലറ്റ് കയറി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട്. ഓക്കെ, ക്ലോത്ത് സ്റ്റോറ് വാങ്ങേ. ഇതപ്പോൾ നമുക്കൊന്ന് കൊടുക്കാം. ഇത് 2 എണ്ണം കിടക്കട്ടെ. പിന്നെ ഷർട്ട്, ടീഷർട്ട് ഉണ്ടോ? സ്കർട്ട്, ഹുഡി കൊടുക്കുക ഐസ്. നോക്ക്, ഹുഡിക്ക് 500 ഐസ്. 500 കുറയില്ലേ? പൈസയൊന്നും നമുക്കൊരു വിഷയമില്ല. പിന്നെ ജാക്കറ്റിന് 1000. അമ്മേ ബൈ. $1030 കഴിച്ചെൻ്റെ ഹെൽപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം പ്ലേസ് ചെയ്യാം. അത്
ലോഗിൻ ടു സേവാ. അടുത്ത് ടോയ്സ്റ്റ് ക്ലോസ്. നമുക്കിതിൽ പ്രൈസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ഗൈസ്. അയാൾ എത്ര വന്ന് 40, 10 റുപ്യ കൊടുക്കുക. റിസീവ്ഡ്. ഓ 40 റുപ്യ ചേഞ്ച് കൊടുക്കണം പറഞ്ഞു. ഓ ഞാൻ വിചാരിച്ചു 40 റുപ്യ നമുക്ക് തന്നു. നമ്മൾ ഇനി ആഡ് ചെയ്താലോ? അറുപതാണല്ലേ അടിക്കുന്നത്. ഓക്കെ 60 റുപ്യ. ഇവന് ചേഞ്ച് 36 കൊടുക്കണം. ഓ ആഡ്. ഓക്കെ. ഓ 36, 30. അയ്യോ 36 ലീവ് കൗണ്ടർ. നമുക്കിപ്പോൾ നേരെ മുകളിലേക്ക് പോയി. ലോഗിൻ ടു സേവ്. ഇതെങ്ങനെയാണ് ലോഗിൻ ചെയ്യുക? ഇതാണ് സ്പോർട്സ് ഗെയിമിങ്. അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് ഞാൻ. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെയും കുറച്ച് സാധനം വാങ്ങി വെക്കണം ഗൈസ്. ഓക്കെ സെറ്റ്. അവിടെ ന്യൂ റാക്ക് ടു ക്ലോത്തിങ് സ്റ്റോർ. മനുഷ്യനിവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മറ്റേതായിരിക്കുമ്പോഴാവേ ഇനി ഗെയിമിങ് സ്റ്റോറിലേക്ക് വാങ്ങി പൈസ കളയണല്ലോ. ഗെയിമിങ് ഷോപ്പ് സാധനമൊന്നുമില്ല. മറ്റേ ഗെയിമിങ് DVDs, കൺസോള്, കൺട്രോളർ, ഗെയിമിങ് PC. നമുക്കിപ്പോൾ ഗെയിമിങ് റാക്സ്, DVD റാക്ക് ഒരെണ്ണം മേടിക്കാം നമുക്ക്. പിന്നെ ഗെയിമിങ് DVDs ഒരെണ്ണത്തിന് എത്ര 300 നമുക്ക്. എൻ്റെ ഇപ്പോൾ ഏകദേശം 500. ഇതിൽ പോയാൽ 400 ഉണ്ടാവും. അപ്പോൾ ഒരു ഫോർട്ട് ലൈൻ സെറി, 40R ടെസ്റ്റർ, നിയോൺ ഡിഫ്റ്റർ. ഏതോ നമുക്കിപ്പോൾ ഇത് വാങ്ങാം. ബൈ. എൻ്റെ ഇപ്പോൾ ആകെ 110 റുപ്യ. അല്ല 110 രൂപയല്ല, $110. പ്ലേസ് റിവാർഡ് 250 കിട്ടി. സെറ്റ്. നമ്മുടെ ഇത് ഇപ്പോൾ വന്ന് എടുക്കുന്നുണ്ടാവും. നൈസ്. നമുക്കപ്പോൾ എത്ര വേണം ഇങ്ങനത്തെ? 1, 2, 3 കൂടി വാങ്ങണം ഗൈസ്. അപ്പം എൻ്റെ കയ്യിൽ ഒന്നുകൂടി വാങ്ങാനുള്ള കാശുണ്ട്. ഒറ്റൊന്നുകൂടി നമുക്കിപ്പോൾ വാങ്ങാം. ഗെയിമിങ് ഷോപ്പ്, DVD, ഗെയിമിങ് DVDs. കൺസോളിന് എത്രയാണ്? 500 രൂപയാണ് ഗൈസ് കൺസോളിന്. ഗെയിമിങ് DVDs. ഓ ആഡ്. ഓക്കെ ബൈ. അല്ല നമുക്ക് ഏത് വാങ്ങണം? നിയോൺ ഡ്രിഫ്റ്റേഴ്സ് അല്ലേ ഞാൻ പറഞ്ഞത്?
ഇതാണ് ഞാൻ കാട്ടിലേക്ക്. ഓക്കെ, ഇതിപ്പോൾ വന്ന് കിടന്നുണ്ടാവും. ഓക്കെ, ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, നൈസിന് 2 തോടി വാങ്ങിയത്. അപ്പോൾ നമുക്ക് ക്ലോത്തിങ് സ്റ്റോറിൽ നിന്ന് പൈസ എടുക്കാം. ഇത് ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല നൈസിക്ക്. എന്താണ് ATM മെഷീനാ? 6 തള്ളയാൻ അങ്ങോട്ട്. ATM എന്താണ് വേണ്ട? ഒന്നും വേണ്ട. എന്താണ് ഇപ്പം ശരിക്കും പറ്റിയത്? ഞാനത് എങ്ങനെയൊക്കെയോ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ആ സാധനം തൊടാൻ പോലെ ഐസ്. അത് തൊട്ടിട്ടാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായത്. ഇതിലെന്തൊക്കെ സൈഡിൽ വന്നിടുന്നുണ്ടല്ലോ. ക്ലോത്തിങ് സ്റ്റോറിൽ റാക്കറ്റ് വാങ്ങാൻ. എനിക്കിപ്പോൾ ഇവിടെ ഒന്നിനുള്ള പൈസ ഇല്ല. ഇവിടെ നിന്ന് കുറച്ച് കളക്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. ഓക്കെ, കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാം. കേസ് നമുക്ക് ബാങ്ക് എന്തോ വെച്ചിട്ടല്ലോ. മോളിൽ എന്തൊക്കെ ഉണ്ടല്ലോ. ഷേടോ ഫ്രീ ക്യാഷ് 200 ആഡ് കണ്ടാ കിട്ടും. നോക്ക്. ഓ, എന്താണ് ചേച്ചി എന്തൊക്കെയാണ് വാങ്ങിയത്? ഒരു ഹുഡി മാത്രമേ ഉള്ളൂ. 19 ഉറുപ്പ്യ ചേഞ്ച് കൊടുക്കണം. ഓക്കെ, അടിച്ചിട്ടിട്ടുണ്ട് കേസ്. ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കണം കേസ്. ആൾക്കാർ വേണം. നോക്ക്, 330 രൂപ അല്ല ഡോളർ കിട്ടി. ചേച്ചി 2 4 എടുത്തിട്ടുണ്ട്. 5 ഉറുപ്പ്യ ചേഞ്ച്. ഓക്കെ, സെറ്റ്. 60 രൂപ. മൊത്തം തീർന്നാ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക്. ഓക്കെ, ഞാനപ്പോൾ നോക്കാൻ ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്യട്ടെ. ക്ലോത്ത് സ്റ്റോറ്, ഷോപ്പിങ്, ഹുഡീസ്. ഹുഡി വാങ്ങേണ്ട പൈസ നമുക്ക് തൽക്കാലം. സ്കേർട്ടും വേണ്ട എനിക്ക് തൽക്കാലം. ടോപ്പും വേണ്ട. ഷോർട്ട്സ് വേണ്ട പൈസ നമുക്ക് ഷർട്ട് വാങ്ങിയിടാം. പിന്നെ ഒരു ജീൻസ്. ജീൻസിന് 150, ഷർട്ടിന് 150 വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നൈസ്. വേം വാ. അതായത് ഒരു ഷർട്ടിട്ടൊരു ജെന്റിൽമാനുമാരി ഒരാൾ വരുന്നുണ്ട്. ലോഗിൻ ചെയ്യാനോ? ഇതെന്താണ് ലോഗിൻ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടല്ലോ. പോസ് അടിച്ചിട്ട് ലോഗിൻ വന്നിട്ടാണ്. എത്രയാ? 40. ഓ, ഓക്കെ, 40. അയ്യോ. ഓക്കെ, ബാക്കി 69 ചേഞ്ച് കൊടുക്കണം. പ്ലീസ് ക്ലീൻ ദ ടോയ്ലറ്റ്. ഓക്കെ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ എന്നോട് 2 3 4. ഓക്കെ, സാന്റാക്ലോസ് ഒക്കെ നമ്മുടെ സ്റ്റോറിൽ വന്നു തുടങ്ങി. 72 ഉറുപ്പ്യ. 2 ഉറുപ്പ്യ. ഓക്കെ, 120. ഈ ചേട്ടനൊക്കെ പോലെ ആൾക്കാർ എടുക്കണം.
ഇതും പിന്നെ കുഴപ്പമില്ല. 16 റുപ്യ. 10 പിന്നെ 6 ഐറ്റം ഫിനിഷ്ഡ്. 845 കിട്ടി. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ എന്നോട് കേസ്. അതുകൊണ്ട് എനിക്ക് 6 ബോർഡൊന്നും വേണ്ട. ഫ്രീയാ? വേണ്ട വേണ്ട. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ പോയി ഇതൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ട്രാഷ് മൊത്തം. അയ്യോ, ഓക്കെ. നമുക്ക് സ്പീഡ് ക്ലീൻ ചെയ്തിട്ട് ഓക്കെ. സിറ്റി റൂം ക്ലീൻ ചെയ്തിട്ട് ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് 6 ബോർഡ് കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും സ്പീഡ് കൂടിയിട്ടുണ്ട് ഗൈസ്. ടൈമുണ്ട് ഗൈസ്. ഇനി ഇവിടെ കയറിയ ടൈം കൗണ്ട് ചെയ്യത്. That is cheating guys. Oh nice. And 7 മണിക്കൂർ. മിനിറ്റാണ് ഗൈസ്. അയ്യോ, ഇതെന്താണ് പറ്റിയത്? ഞാനെന്തിനാ ഓടിച്ചെടുക്കുന്നത്? ഞാൻ ഇത് മാക്സിമം ഓടിച്ച് എൻജോയ് ചെയ്തു ഗൈസ്. ഓക്കെ, ഞാൻ ഇറങ്ങിയ ടൈം കിട്ടോ. ഇപ്പം 6 മണിക്കൂറിലാണ് കേസുള്ളത്. 50 ഞാൻ ഇറങ്ങും. അല്ല, 47 നൈസ്. അപ്പം ഇറങ്ങിയിട്ട് കയറിയത് ആരെങ്കിലുമൊക്കെ വന്നു. ഇവിടെ അങ്ങനെ നിർത്തിടാൻ പാടില്ല. ടോയ്ലറ്റ് എവിടെയാണ്? അതാണ് എനിക്ക് കേസ് മനസ്സിലാവാത്തത്. ഇവിടെ വല്ലതും ഉണ്ടോ ടോയ്ലറ്റ്? എന്താ 8 മിനിറ്റത്തേക്ക്? ഗ്രോസറി സ്റ്റോറിൽ എൻ്റെ ഒന്നുമില്ല. ഇപ്പം എൻ്റെ ഭയങ്കര പൈസ കുറവാണ്. അപ്പോൾ ഞാനിത് നിറച്ച് വാങ്ങാൻ പോവാ. ക്ലോത്ത് സ്റ്റോർ അല്ല, ഷോപ്സ്. തീഫാ? ഞാനെന്താക്കും അതിന്? എവിടെ തീഫ്? തീഫ് എവിടെയത് ഞാൻ കണ്ടുപിടിക്കട്ടെ. ലോസ്റ്റ് മണി ടു ദ തീഫ്. എവിടെയാണ് തീഫ്? അതാവ്. ഓക്കെ, നമ്മുടെ കയ്യിൽ പൈസ വെച്ചിട്ട് തോന്നുന്നു. എന്താ പുതിയ തീഫ് വന്നോ? ഓക്കെ, നമുക്കിപ്പോൾ മറ്റേ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ള എല്ലാം ചെയ്യാം. സോ പീസ് ഔട്ട്.